എന്ത് നേടാനാ ഈ അംഗം വെട്ടുന്നത്? ആരെ തോൽപ്പിക്കാനാ? എന്നെ കല്യാണം കഴിക്കാനാണോ? കഷ്ടം. എന്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളെ കഴിഞ്ഞുള്ള എനിക്ക് എന്തും എന്നോട് വേണോ അപ്പൂട്ട പക? എനിക്കൊരു മനസ്സുണ്ട്, നിങ്ങളത് കണ്ടില്ല. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? ഒക്കെ സ്വയം തീരുമാനിച്ചു വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി വരാൻ പറഞ്ഞ അനുസരിക്കണം അല്ലേ? നിങ്ങൾ ഈ കാണിക്കുന്നത് അഹങ്കാര. പണവും കയ്യൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നേടാമെന്ന ഹുങ്ക്. പക്ഷെ അതുകൊണ്ടൊരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ കഴിയില്ല. അപ്പൂട്ട, നിങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എന്റെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തകർത്തു കളഞ്ഞു. എന്റെ മനസ്സിലുള്ള അപ്പൂട്ടനെ അല്ല നിങ്ങൾ. നിങ്ങളെ കാണാൻ തന്നെ എനിക്ക് പേടിയാവുന്നു. എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ബാധ്യതയുള്ളവളാ. ഞാൻ എന്താ വേണ്ടത്? കൽപ്പിച്ചാ മതി, അനുസരിക്കാം. അപ്പൂട്ട, വിളക്ക് കരിന്തിരി കത്തുവാണല്ലോ അപ്പൂട്ട. അണയാറായിട്ടുണ്ടാവും. ചേച്ചി എന്താ ഈ നേരത്ത്? ആർക്കും ഏത് നേരത്തും കൊട്ടാരം വീട്ടിൽ ഭിക്ഷയാഴ്ച വരാമെന്നറിയാം. ഞാനും ഭിക്ഷയാഴ്ച വന്നതാ. ഒരുപാട് പ്രാവശ്യം ഈ മുറ്റത്ത് കൈനീട്ടി നിന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ കൈനീട്ടുക എന്റെ മോൾക്ക് വേണ്ടി. എന്താ ചേച്ചി ഇത്? ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വെച്ച്. കൊട്ടാരം വീട്ടിലെ കുട്ടി എന്റെ മോൾക്ക് പുടവ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ ഇതിൽ പര ഭാഗ്യം എനിക്ക് എന്താ? സത്യം ഞാൻ പറഞ്ഞത്. ഈ അമ്മയുടെ ഉള്ളിന്റെ ഉള്ളില് അമ്പിളിയെ നിനക്ക് തരണമെന്ന് തന്നെയാ. പക്ഷെ കഴിയില്ലല്ലോ മോനെ, അയാള് സമ്മതിക്കില്ല. നീ പറഞ്ഞില്ലേ അവൾ അമേരിക്ക സാഹിബിനെ കണ്ട് മയങ്ങിന്ന്? ഇല്ല, അവൾ ആ കല്യാണത്തിന് ഇനിയും സമ്മതിച്ചിട്ടില്ല. എത്ര നിർബന്ധിച്ചിട്ടും വഴങ്ങുന്നില്ല. അവൾക്ക് ഇഷ്ടമല്ല. എന്റെ മോളുടെ ഇരിപ്പ് കണ്ടാ സഹിക്കില്ല. അപ്പൂട്ടൻ പറഞ്ഞാൽ അവൾ ആ കല്യാണത്തിന് സമ്മതിക്കും. അപ്പൂട്ടൻ പറഞ്ഞാലേ അനുസരിക്കൂ. പറഞ്ഞു മനസ്സിലാക്കണം, അനുഗ്രഹിക്കണം. പറയില്ലേ അപ്പൂട്ട? എടാ പമ്പര വിധി, എന്റെ മോന് ദേഷ്യം വരുന്നു തോന്നുന്നു. വെട്ടുകത്തി എടുക്കണ്ടാട്ടോ. അറിയാം എന്റെ മോന്റെ മനസ്സുരുകയാണെന്ന്. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ എന്റെ മോൻ ഒരുപാട് പേരെ സഹായിച്ചു. ഇവിടെ മാത്രം തെറ്റുപറ്റിപ്പോയി. അവള് പറഞ്ഞതൊക്കെ നേരാ. കുട്ടിക്കാലത്തേ ഉള്ള നിന്റെ സ്വഭാവ എന്തെങ്കിലും ഒന്നിനെ കൂടുതലായിട്ട് ആശിക്കുക, കിട്ടാതെ വരുമ്പോ ശാഠ്യം പിടിക്കുക. ശാഠ്യം പിടിച്ചാ കിട്ടുന്നതാണോടാ പെണ്ണിന്റെ മനസ്സ്? അവക്കിഷ്ടയില്ലെങ്കിൽ പിന്നെ എന്തിനാ മോനെ? അമ്പിളി അല്ലെങ്കിൽ ഇനി ഒരുത്തി. നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഈ വീട്ടിൽ കയറി വരും. എന്റെ മോന്റെ മനസ്സ് തളരരുത്. അമ്മയുടെ അഭിപ്രായം പറഞ്ഞോട്ടെ, അനുസരിക്കോ? എന്റെ മോൻ അവളെ മറന്നേക്ക്.
അമ്പിളി, അമ്പിളി ഒന്ന് കാണുമായിരുന്നു. മാപ്പ് അതർഹിക്കുന്നില്ലെന്നറിയാം, എന്നാലും പൊറുക്കണം. ഞാനൊരു വിവരമില്ലാത്തവന്, പഠിത്തവും കുറവ്, വകതിരിവുമില്ല. കുഞ്ഞുനാളിലെ ജന്മിയായതല്ലേ, അതിന്റെ അഹങ്കാരമാ. അമ്പിളി എന്റെ കണ്ണു തുറപ്പിച്ചു. അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല. മരിക്കാൻ നേരത്തെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്. കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തത്ര സ്വത്ത് നിന്നെ ഏൽപ്പിക്കുക, നശിപ്പിക്കരുത്, എല്ലാത്തിനും ഒരു കണക്ക് വേണമെന്ന്. അന്ന് മുതൽ എഴുതാൻ തുടങ്ങിയ കണക്കാ. അവസാനം ജീവിതത്തിന്റെ കണക്ക് എഴുതിയപ്പോ തെറ്റിപ്പോയി. എന്റെ ആഗ്രഹം ഉള്ളിൽ മാത്രം ഒതുക്കിയത് തെറ്റ്. പറയാനൊട്ട് ധൈര്യം ഉണ്ടായില്ല. ഇപ്പൊ ബോധ്യായി എല്ലാം എന്റെ അത്യാഗ്രഹമായിരുന്നു. ഞാൻ കാരണം അമ്പിളിയുടെ ഭാവി നശിക്കരുത്. അമ്പിളിക്ക് ഡോക്ടർ രാജീവൻ തന്നെയാണ് യോജിച്ചത്. ആ കല്യാണം നടക്കണം. അമ്പിളി സമ്മതിക്കണം. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണത് എനിക്ക് കാണണം. ദേ, അമ്പിളി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്ത് കൽപ്പിച്ചാൽ അനുസരിക്കുന്നു. ഇത് അപേക്ഷയല്ല, കൽപ്പനയാ. ഇതിനകത്ത് ഞാൻ അമ്പിളിക്ക് വേണ്ടി വാങ്ങിവെച്ച സമ്മാനങ്ങളാ. ഇത് അപ്പൂട്ടിന്റെ മനസ്സാ, ഹൃദയമാ. എല്ലാം സ്വീകരിക്കണം. എന്റെ വിവാഹ സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി. അപ്പൂട്ടൻസ് ക്ലിനിക്കിന്റെ താക്കോല തുറന്നു പ്രവർത്തിക്കണം. അതും അമ്പിളിക്കുള്ളതാ. അപ്പൂട്ടൻ ഇനി ഒന്നിലും കൈകടത്തില്ല. പേര് മാത്രം മാറ്റരുത്. അങ്ങനൊരു മോഹമുണ്ട് ഇപ്പോഴും. കൂടുതലൊന്നും പറയാനില്ല. എന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നും. പോട്ടെ. പിന്നെ ഇനി ഒരു കണക്കും കുറിച്ചിട്ടില്ല.